തെലങ്കാന നാഗർകുണ്ണൂരിലെ ടണൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ബോറിംഗ് മെഷീൻ്റെ അവശിഷ്ടങ്ങളും കല്ലും ചെളിയും ചേർന്ന് ടണൽ തന്നെ മൂടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ സങ്കീർണമായിരിക്കുന്നു എന്നാണ് ആന്ധ്രയിലെ മന്ത്രി ജൂപ്പള്ളി കൃഷ്ണറാവു പറയുന്നത്. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുകയാണ്. റഹീസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ഈ ടണൽ അപകടമുണ്ടായി 72-ാം മണിക്കൂർ കടക്കുമ്പോഴും ഈ ഒരു തൊഴിലാളികളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ 8 ജീവനുകളുടെ അടുത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോഴും മീറ്ററുകൾ ഇപ്പുറത്താണ് ഈ രക്ഷാദൗത്യ സംഘമുള്ളത്. ഏതാണ്ട് 650-ലധികം വരുന്ന രക്ഷാദൗത്യ സംഘം അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എങ്ങനെയെങ്കിലും ഇവരുടെ അടുത്തേക്ക് എത്തണം. പക്ഷേ അതിന് ഏറ്റവും അധികം വെല്ലുവിളിയാകുന്നത് ഇത്തരത്തിൽ ടണലിൽ ഉണ്ടായിരിക്കുന്ന വലിയ അവശിഷ്ടങ്ങളാണ്. കാരണം ഈ ബോറിംഗ് മെഷീൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യവും ഒരുപാട് സമയമെടുക്കുന്ന കാര്യവുമാണ്. അത്യാധുനിക സംവിധാനങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് കട്ട് ചെയ്ത് എപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ തെലങ്കാനയിലെ മന്ത്രിമാരടക്കം പറയുന്നത് ഈ രക്ഷാദൗത്യം അതിസങ്കീർണമാണ്, ഇവരെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്നുള്ളത് അവർ തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നു. വെളിച്ചക്കുറവ് ഒരു പ്രശ്നം തന്നെയാണ്. ഒപ്പം തന്നെ മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. കാരണം ഓരോ സമയവും ഓരോ പ്രവർത്തനം നടത്തുമ്പോഴും കൂടുതൽ മണ്ണിടിഞ്ഞു വീഴുന്നുണ്ട്, അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്ത് വേണം ഈ ആളുകളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ഈ ഉത്തരാഖണ്ഡിലൊക്കെ കണ്ട തരത്തിലുള്ള വലിയൊരു രക്ഷാപ്രവർത്തന സംഘം അവരുടെ മികവൊക്കെ ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ അവിടുത്തെ സാഹചര്യത്തിൽ ഉടനെങ്ങും ഈ ഒരു 8 ജീവനുകളുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല, 8 മനുഷ്യരുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 8 പേരുടെയും കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു രക്ഷാദൗത്യം ഒരു ഘട്ടത്തിൽ ഒരു ഏരിയയിൽ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റേതൊക്കെ വിദഗ്ധ സംഘങ്ങളെ ഇവിടെ എത്തിക്കാം എന്നതിൽ ഒരു ആലോചനയും നടക്കുകയാണ്. ഇത് ഒരു വലിയ രാഷ്ട്രീയ വിവാദവും ഒപ്പം തന്നെ ഒരു പ്രത്യാരോപണങ്ങളൊക്കെയായി മാറിക്കൊണ്ടും ഇരിക്കുകയാണ് തെലങ്കാനയിൽ. എന്തായാലും എത്രയും വേഗം ഇവരുടെ അടുത്തേക്ക് എത്താൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു റഹീസ്.